ഇപ്പൊ ആരും എല്ലാരും ലീഗുകാരെ അങ്ങോട്ടും കാലും മാറും, കോൺഗ്രസ്സുകാരും അങ്ങോട്ടും കാലും മാറും. മുസ്ലിം തന്നെ ജയിക്കലേ തന്നെ ഉണ്ടാവുള്ളൂ. 90%. തിരിച്ചു പിടിക്കുമെന്ന് ചോദിച്ചാല് ഉറപ്പ് പറയാ. 90% അതിനെ കൊണ്ട് സാധ്യതയില്ല. മൂസിന് അതിനെ കൊണ്ട് ഈ മണ്ഡലം തിരിച്ചു പിടിക്കാൻ സാധ്യതയില്ല. ഇനിയും ഈ ഭരണം തന്നെ തുടർ ഭരണം തന്നെ വരുള്ളൂ എന്നാണ് നമ്മളെ അഭിപ്രായം. അവിടെ മൊസിൽ തന്നെ കാരണം അത് ചെയ്ത വികസനം 1500 കോടി ഉൾപ്പെടെ വികസനം ചെയ്തിട്ടുണ്ട് ഇവിടെ. കളങ്ക ഒരു പൈസ തട്ടിപ്പോ ഒട്ടിപ്പോന്നില്ല. അത്രയും നല്ല ശുദ്ധനാളാണ്. അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് പട്ടാമ്പിയാണ്. ടി പി ഷാജിക്കാരൊന്നുമില്ല. മോശം തന്നെ പടുത്തോട്ട ഒരുപാട് വികസനം ചെയ്താണ്. ഈ ഗ്രാമപഞ്ചായത്തിലും എല്ലാ ഭാഗങ്ങളിലും നല്ല വികസനങ്ങൾ ചെയ്ത ആളാണ്. നല്ല അഭിപ്രായമാണോ എന്റെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ. പിന്നെ ഈ പ്രാവശ്യം മുഹസിനെ ഈ പ്രാവശ്യം കൂടി ജയിക്കും, ഉറപ്പ്. അത് അത്ര ഉറപ്പാണ്. ഓന്റെ വികസനങ്ങൾ ഇവിടെ ഈ ലോകത്തൊന്ന് കണ്ടു നോക്കണം. ഇവിടെ മാത്രമല്ല, ഈ പട്ടാമ്പി ഇതില് ഏത് ആ ഭാഗം കംപ്ലീറ്റ് ഈ റോഡൊക്കെ എന്താ ഉഷാറാക്കിയിരിക്കുന്ന പറയുന്നത്. നല്ല ഉഷാർ. പ്രാവശ്യം എന്തായാലും മണ്ഡലം തിരിച്ചു പിടിക്കും. ടി പി ഷാജി തിരിച്ചു പിടിക്കും, ഉറപ്പാണ്. ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ ഇതൊക്കെ വന്നപ്പോ നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് ഉറപ്പായിട്ടും പ്രാവശ്യം ടി പി ഷാജി UDF പിടിച്ചെടുക്കും. അനി എന്തെന്നെ ആരും എത്ര തവണ മുസ്ലിം ജയിച്ചാലും ഇപ്രാവശ്യം ടി പി ഷാജി തിരിച്ചു പിടിക്കും. യാതൊരു സംശയമില്ല. ഭരണം കിട്ടും. മൂസിനല്ലേ തുടരുക കഥാ തോന്നുന്നു. അവിടെ അവരെ കൊണ്ടല്ലേ നമുക്ക് സഹായങ്ങൾ കിട്ടുള്ളൂ. പിണറായി സാറ് ജയിക്കണേ, എന്നാലേ നമുക്ക് വിജയമുള്ളൂ. നമുക്ക് അങ്ങനെ തോന്നണട്ടോ. ഓരോ ഉപകാരം ചെയ്യുന്നതേ ഒരു വരും ജയിക്കും. പെൻഷൻ കിട്ടുന്നുണ്ട്, മുടങ്ങാതെ കിട്ടുന്നുണ്ട്. 3 മാസത്തെ പൈസ തരാന്നാണ് വെച്ചിപ്പെട്ടത്. എന്റെ അഭിപ്രായം അങ്ങനെയാണ്. ഞങ്ങൾക്ക് സഹായങ്ങൾ കിട്ടാനും ചോദിക്കാനും എന്റെ കുട്ടികൾ പറഞ്ഞാൽ ഞങ്ങളെ മേലേക്ക് വരുമൊന്നുമില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ വീട് വേണം, സഹായം വേണം എന്ന് പറഞ്ഞാൽ ഞങ്ങളും നോക്കി നിങ്ങൾ പറയുന്നത്. മുഹമ്മദ് മുസീന പട്ടാമ്പി ആയിക്കോളൂ. ടി പി ഷാജി തിരിച്ചു വരാൻ ചാൻസ് ഇല്ല. വരാൻ ചാൻസ് ഇല്ല, ഒരിക്കലും ചാൻസ് ഇല്ല. അത് പോകാനില്ല. മൂപ്പര് സാധനം മൂപ്പരെ പൊരുത്ത കളഞ്ഞു എന്നല്ലാതെ മുഹമ്മദ് മുസീൻ ഇവിടെ ഈ 10 കൊല്ലം കൊണ്ട് എല്ലാം വികസനം കൊടുത്ത മൂപ്പർ തന്നെയാണ്, മുഹസിൻ തന്നെയാണ്. 3ാമത് ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരണം. 10 കൊല്ലം